ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫുഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാമെന്നാണ്. വെച്ചാൽ നമ്മളെ കാലിന്റെ ഭാഗത്ത് സാനിറ്റൈസർ കയ്യിലേക്ക് വരും. കാരണം ഇപ്പൊ നമ്മൾ കൊറോണ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കണം. അപ്പൊ അതുകൊണ്ട് പല സ്ഥലങ്ങളും ഇപ്പൊ കാലുകൊണ്ട് അമർത്തിയിട്ട് കയ്യിലേക്ക് വരുന്ന ഒരു സംവിധാനം ഇതല്ല. അപ്പൊ അതിന് ഏകദേശം ഒരു 700 രൂപയൊക്കെ 500 രൂപേനേക്കാളും അധികം വില വരുന്നത്. പക്ഷെ നമ്മൾ അത്രയൊന്നും വിലയില്ലാതെ ഒരു 350 രൂപേനെ താഴെ ഒരു ബഡ്ജറ്റില് ഉണ്ടാക്കാം നോക്കിയത്. ഒരു PVC പൈപ്പിനെ കൊണ്ട്. ഇപ്പൊ ഇത് മൊത്തം PVC പൈപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഭാഗം ഈ PVC പൈപ്പിന്റെ മുകളിൽ അമർത്തുമ്പോ ഈ സാധനം തന്നെ വരും. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് സാനിറ്റൈസർ വരും. അപ്പൊ ചവിട്ടേണ്ട ഭാഗം ഇതാണ്. ഈ ഭാഗത്ത് ചവിട്ടിനെ ഇതേപോലെ സാനിറ്റൈസർ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഫുഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 6 ടീ ജോയിൻ്റ് എടുക്കാം. അത് 1 ഇഞ്ചിൻ്റെ കേട്ടോ. 6 ടീ ജോയിൻ്റ് 1 ഇഞ്ചിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഒരു 4 എൽബോ, 1 ഇഞ്ചിൻ്റെ തന്നെ 4 എൽബോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ എൽബോയും ടീ ജോയിൻറ്റും കൂടി കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന അത്ര ചെറിയ വലുപ്പമുള്ള കുറച്ച് ഒരു ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ, ഒരു 6 കഷ്ണങ്ങൾ എടുക്കണം. അതേപോലെ തന്നെ 2 ക്യാപ്പും, 1 ഇഞ്ചിൻ്റെ ക്യാപ്പ് 2. ഇനി 3/4 ഇഞ്ചിൻ്റെ 4 എൽബോകൾ വേണം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഒരു 85 സെൻറ്റിമീറ്റർ നീളമുള്ള 2 പൈപ്പ് വേണം. അതും 3/4 ഇഞ്ചിൻ്റെ കേട്ടോ. അതേപോലെ തന്നെ ഒരു 35 സെൻറ്റിമീറ്ററിൻ്റെ 2 PVC പൈപ്പും 3/4 ഇഞ്ചിൻ്റെ. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ചിന് 4 PVC പൈപ്പ്, ഒരു 40 സെൻറ്റിമീറ്ററിൻ്റെ. പിന്നെ അതേപോലെ തന്നെ അതിനേക്കാൾ ഇത്തിരിയും വലുപ്പം കൂടിയത് ഒരു 50 സെൻറ്റിമീറ്റർ ഏറ്റവും വലുപ്പമുള്ള ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം കൂടിയും, അതും 1 ഇഞ്ചിന് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയ 2 കഷ്ണങ്ങൾ, 1 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ 2 കഷ്ണങ്ങൾ. ഇനിയുള്ളത് ഒരു സാനിറ്റൈസറിന് പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു ബോട്ടിൽ വയ്ക്കണം. അത് ബോട്ടിൽ പിടിച്ചു നിർത്താനുള്ള ഒരു സാധനമാണ്. എന്നുവെച്ചാൽ ഒരു ടീ ജോയിൻറ്റ്, 2 ഇഞ്ചിൻ്റെ ടീ ജോയിൻറ്റ്, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്കുള്ള റിഡ്യൂസറുകൾ. പിന്നെ അതിൻ്റെ ഇടയിൽ അതിനെ കണക്ട് ചെയ്യാൻ 2 ഇഞ്ചിൻ്റെ ചെറിയ PVC പൈപ്പിൻ്റെ കഷ്ണങ്ങളും. ഇതൊക്കെയാണ് ഇതൊക്കെയല്ല, ഇത് മാത്രമാണ് നമുക്ക് ഈ സാധനം എന്നുവെച്ചാൽ ഈ ഫുഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അത് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ 50 സെൻറ്റിമീറ്ററിൻ്റെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 അറ്റത്തും 1 ഇഞ്ചിൻ്റെ എൽബോ കൂട്ടാം. 1, 2. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു 15 സെൻറ്റിമീറ്ററിന് 2 1 ഇഞ്ചിൻ്റെ പൈപ്പുകൾ ഉണ്ടായിരുന്നു, എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് കൊടുക്കുക. ഇവിടെ കൊടുത്തു. ഇനി നമ്മുടെ 2 ടീ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സൈഡിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഇനി നമ്മൾ നേരത്തെ 4 40 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 2 എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഉള്ളതിലേക്ക് കൊടുക്കുക. ഇതും കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ 2 തട്ടത്തും 2 ക്യാപ്പ് ഇടുക. 1 ഇഞ്ചിൻ്റെ ക്യാപ്പ് ഇടുക. 2 തട്ടത്തും. ഇതാണ് നമ്മുടെ താഴ്ഭാഗം. ഇത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് 2 ഇഞ്ചിന്റെ ടീ. ഇത് നമുക്ക് നമ്മുടെ സാനിറ്റൈസറിന്റെ കുപ്പി വെക്കാം. ഒരു കുപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ട് കുപ്പി വെക്കാം, കാരണം സാനിറ്റൈസർ ഇറങ്ങി ഒഴിച്ചാൽ മതി. എന്നിട്ട് ആദ്യം ടീ ജോയിന്റ് 2 ഇഞ്ചിന്റെ ടീ ജോയിന്റ് ആണിത്. പിന്നെ അതിന്റെ അപ്പുറത്ത് 2 ഇഞ്ചിന് 1 ഇഞ്ചിലേക്ക് റെഡ്യൂസർ. അതിൻ്റെക്ക് ഇത് കണക്ട് ചെയ്യുന്ന ചെറിയ ഭാഗം ഇതിന്റെ ഇവിടെ 2 തെറ്റതായിട്ട്. ഇതാണ് നമ്മുടെ സാനിറ്റൈസർ നമുക്ക് വെക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ പണി എന്താ, ഇത് നമുക്ക് നിർത്തണം, മുകളിലേക്കായിട്ട് നിർത്താനുള്ളത് നോക്കാം. അതിനെ ഒരു ചെറിയൊരു കഷ്ണം കണക്ട് ചെയ്യാതെ വെക്കുക. 2 അറ്റത്തും കണക്ട് ചെയ്യാം, 2 ടീന്റെ മുകളിലും കണക്ട് ചെയ്യാം. ഇനി ഒരു എൽബോ എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്കാണ് വെച്ചു കൊടുക്കുക. ഈ ഭാഗത്തോടെ അതേപോലെ തന്നെ എൽബോ വയ്ക്കുക. ഇനി വീണ്ടും ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാനുള്ളത് എടുക്കുക. 2 കണക്ട് ചെയ്യാനുള്ളത് എടുത്തു, ഉള്ളിലേക്ക് അടക്കി ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് 2 ടീ എടുക്കാം. ഞാൻ ടീ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചവിട്ടാനുള്ളത് ഇതിന്റെ അടിയുടെ വരണം. അതിന് ടീ ഇവിടെ കണക്ട് ചെയ്യാം. ഇവിടെയാണ് കണക്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് ചവിട്ടിക്കാൻ നന്നായിരിക്കും, എന്നാ പിന്നെ ഒട്ടും പോകാതിരിക്കും. അതായത് ചവിട്ടിണ്ടെങ്കിൽ ആ താഴത്തെ സാധനം ഉപയോഗിക്കും. ഇനി നമുക്ക് 4 ഒരേ സൈസുള്ള 40 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അതില് എന്താ 2 നമ്മൾ ഇവിടെ എടുത്തു, അതേപോലെ ബാക്കി 2 എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇവിടെ കണക്ട് ചെയ്യാം. ഇത് 2 ഭാഗത്തും വെച്ചു കൊടുത്തു. ഇനി നമുക്ക് 2 ടീ കൂടി എടുക്കാം. ബാക്കിയുള്ള 2 ടീ 6 അതില് ബാക്കി 2. ഇത് ഒരെണ്ണം ഇതിന്റെ മുകളില്. ഇതൊക്കെ നല്ലോണം പശ വെച്ചൊടിക്കാൻ എന്താ ഇപ്പൊ അങ്ങോട്ട് വീടാ. ഇനി മറ്റൊരെണ്ണം ഇതിന്റെ മുകളിലേക്ക്. ഇപ്പൊ നമ്മളത് വെച്ചു. ഇനി നമ്മുടെ സാനിറ്റൈസർ വെക്കുന്ന സാധനം എടുത്തിട്ട് വെക്കുന്ന ആ ഭാഗം എടുത്തിട്ട് അതിന്റെ അപ്പുറത്തും ചെറിയ കണക്ട് ചെയ്യാനുള്ള ചെറിയൊരു കഷ്ണം എടുക്കുക. 1 ഇഞ്ചിന്റെ എടുത്തിട്ട് എന്നിട്ട് 2 ഭാഗം കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ 2 ഭാഗത്തേക്ക് അവിടെ കണക്ട് ചെയ്യാം. ഈ ഭാഗത്തേക്കും വെച്ച് വെച്ചു കൊടുക്കുക. നമ്മുടെ അതിന്റെ 3/4 ഭാഗം പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കതാ ഇത് 2 വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ സാധനം ഉണ്ടായിരുന്നു. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ സാധനങ്ങൾ വെച്ചിട്ട് അതാ ഇതിന്റെ താഴത്ത് ഒരു എൽബോ കൊടുത്തു. ഏതായത് 3/4 ഇഞ്ചിന്റെ കേട്ടോ. ഇത് ഈ സാധനങ്ങളെല്ലാം 3/4 ഇഞ്ചിന്റെ ആണ്. ഞാൻ അത് കൊണ്ടായിരുന്നു. ഇത് എത്ര 35 സെന്റിമീറ്ററിന്റെ 2 കഷ്ണങ്ങളാണത്. ഇത് നമ്മൾ കൂട്ടി വെച്ചു. ഇനി ഇത് താഴ്ത്താൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ എടുക്കുക. പിന്നെ മുകളിലേക്ക് എടുത്തിട്ട് താഴത്തേക്ക് ഈ എൽബോന്റെ മുകളിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ മറ്റേ വലിയ 85 സെന്റിമീറ്ററിന്റെ 3/4 ഇഞ്ചിന് പൈപ്പ് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ മുകളിലത് എന്താ ഈ കഷ്ണം അങ്ങോട്ട് വെച്ചു കൊടുക്കുക. വെച്ചിട്ട് മുകളിലും ഇനി നമുക്ക് നമ്മുടെ സാനിറ്റൈസർ ഇതിന്റെ മുകളിലേക്ക് വയ്ക്കാം. ഇതിന്റെ പണി മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇതിലേക്ക് നമ്മുടെ സാനിറ്റൈസർ ചെയ്യാണ്ട് ഭാഗത്തേക്ക് ഇപ്പൊ
ഇതിന് ചെലവ് വരുന്നത് ഏകദേശം ഇതിനൊക്കെ അപ്പഴം 350 രൂപ താഴെ വന്നിട്ടുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ബൈ. പിന്നെ ഒരു മിനിറ്റ്, ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണം അങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആ ഡിസ്ക്രിപ്ഷനിൽ നിറച്ചും ഇതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോ കൈ ഇങ്ങനെ പിടിക്കാനുള്ള രീതിയാണ്. കൈ ഇങ്ങനെ ആക്കേണ്ടത് തന്നെ സാനിറ്റൈസർ വരുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തിരി ഹൈറ്റിൽ ഇത്ര ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് നിങ്ങൾക്ക് ഇത്തിരി ഹൈറ്റിലേക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ ബൈ. ഇതാണ് ഈ സാധനം, എന്താ ഈ ഫുഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ്. ഈ ഫുഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കുക എന്ന വീഡിയോ ആണ് ഈ ഫുഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം.